ഇന്ന് ജൂലൈ 25. ഇന്നത്തെ ദിവസത്തിൽ ഒരു പ്രത്യേകത ഉണ്ട്. സൗമ്യ വധക്കേസിലെ പ്രതി ഗോവിന്ദചാമി ജയിലിൽ ചാടിയിരിക്കുന്നത് രാവിലെ നമ്മൾ കണ്ട് അന്താളിച്ച അല്ലെങ്കിൽ അന്തം വിട്ടുപോയൊരു ന്യൂസാണ്. എങ്ങനെയാണ് ഈ ഗോവിന്ദചാമി ജയിലിൽ ചാടിയെന്ന് നിങ്ങളിൽ പലരും ചിന്തിച്ചു കാണാം. ഞാനും അത് മനസ്സിലാക്കി, ഞാനത് പഠിച്ചു. പുള്ളിക്കാരൻ അത്യാവശ്യം ഫിസിക്കൊക്കെ ഉള്ള ഒരാളായിരുന്നു. പുള്ളി കുറെ ദിവസമായിട്ട് പട്ടിണി കിടക്കുകയായിരുന്നു. പക്ഷെ പട്ടിണി കിടക്കാൻ ജയിലിനകത്ത് അനുവദിക്കുന്നില്ല. കാരണം അവിടെ ഡോക്ടറുണ്ട്, കൺസേൺ ഡോക്ടർ നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഇയാളത് മനസ്സിലാക്കിയതിനു ശേഷം പുള്ളി എന്ത് ചെയ്യുന്നറിയാമോ, രാവിലത്തെയും ഉച്ചക്കത്തെയും വൈകിട്ടത്തെയും ഭക്ഷണം കുറച്ചു. തന്റെ ശരീരം മെലിയാനായിട്ട് തയ്യാറെടുക്കുകയും മെലിയുകയും പുറത്തേക്ക് ചാടുകയും ചെയ്യും. ഈ ഒരു കഥ ഞാൻ കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്. പണ്ട് കുറെ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ മനസ്സിലാക്കിയ ഒരു കഥയാണ്. ഒരു സ്ത്രീ ഒരു പെരുമ്പാമ്പിനെ എടുത്തു വന്നു. ഈ പെരുമ്പാമ്പ് കുറെ കാലം ഇവരോടൊപ്പം തന്നെ ജീവിച്ചു. ഇവരെ കെട്ടിപ്പണന്ന് കിടക്കുമായിരുന്നു. ഇവരോടൊപ്പം അത്രത്തോളം ഇഴുകി ചേർന്നൊരു സംഭവമായിരുന്നു പെരുമ്പാമ്പ്. കുറെ കാലത്തിന് ശേഷം ഈ പെരുമ്പാമ്പ് ഭക്ഷണം കഴിക്കാതെയായി, ഒന്നും കഴിക്കാണ്ടായി. അങ്ങനെ ഇരുന്നപ്പോ ഇവർക്ക് തോന്നി എന്തായാലും ഒരു ഡോക്ടറെ കാണിക്കാം. അങ്ങനെ ഡോക്ടറെ കാണിച്ച സമയത്ത് ഈ ഡോക്ടർ പറഞ്ഞൊരു കാര്യം, ഈ പെരുമ്പാമ്പ് എന്തിനെയോ വിഴുങ്ങാനുള്ള ശ്രമത്തിലാണ് എന്ന് പറഞ്ഞു. പക്ഷേ അവരത് കാര്യമായിട്ട് എടുത്തില്ല. ഈ സ്ത്രീ പിന്നെയും അതിനെ പരിപാലിക്കുകയും കൂടെ ചേർത്ത് കിടക്കുകയൊക്കെ ചെയ്തു. അതിദാരുണം എന്ന് പറയട്ടെ, ഈ പെരുമ്പാമ്പ് തന്നെ ഈ സ്ത്രീയെ വിഴുങ്ങുകയുണ്ടായി. അപ്പോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതിന്, പ്രത്യേകിച്ച് കുറ്റവാളികൾ ചെയ്യുന്നതിന് മുമ്പ് അവരൊരു തയ്യാറെടുപ്പ് നടത്തും. എന്നാൽ ഈ ഗോവിന്ദചാമിയും ഈ പറയുന്ന പെരുമ്പാമ്പും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗോവിന്ദചാമി തയ്യാറെടുത്തത് ജയിൽ ചാടാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു. അധികൃതര് അവരുടെ കഴിവില്ലായ്മയോ അല്ലെങ്കിൽ അവരത് ശ്രദ്ധിക്കാത്തതോ ആണോ എന്ന് പറഞ്ഞുകൊണ്ടൊരു വിവാദത്തിലേക്ക് ഞാൻ എത്തുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള കുറ്റവാളികളോട് പെരുമാറുമ്പോൾ നമ്മളും പൊതുസമൂഹവും പോലീസിംഗ് ആയാലും ശരി ഒരു ചെറിയൊരു എന്തെടുക്കണം, ഒരു പ്രിക്കോഷൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. എന്റെ കാഴ്ചപ്പാടാണ് കേട്ടോ. സോ ദിസ് ഈസ് സൈനിങ് ഓഫ്. യു ആർ നോട്ട് ഏബിൾ ടു. താങ്ക് യു.